അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവർ. ഞങ്ങൾ പാണക്കാട് കുടുംബാംഗങ്ങൾ, അതായത് നേരത്തെ എൻ്റെ പിതാവ് CPM തുടങ്ങി, പിന്നെ ജ്യേഷ്ഠന്മാരായ സയ്യിദ് മുഹമ്മദ് ഷാത്തങ്ങൾ, ഉമർ ഷാത്തങ്ങൾ, ഹൈദർ ഷാത്തങ്ങൾ, അപ്പോൾ അവരുടെയൊക്കെ വഫാത്തിന് ശേഷം ഒരുപാട് മഹല്ലുകളുടെ ഖാദിമാരായി ഞാൻ ചുമതലയേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അൽജൻ അബ്ബാസ് അലി ഉണ്ട്, പിന്നെ റഷീദ് അലി, ഹമീദ് അലി, മൊയ്ൻ അലി, ബഷീർ അലി, മുനവർ അലി, ഇവരെല്ലാവരും വിവിധ മഹല്ലുകളിൽ ഖാദിമാരായി ചുമതലയേറ്റിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ മഹല്ലുകളുടെ ഒരു ഏകോപനം അത് ഉദ്ദേശിച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക, പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ എന്ന പേരിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം, ഞങ്ങൾ ഖാദിമാരായി ചുമതലയേറ്റ മഹല്ലുകളിൽ അവർക്ക് ക്രിയാത്മകമായിട്ട് ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും ഇത് മഹല്ലുകളുടെ ഐക്യം നിലനിർത്തുക എന്നുള്ളത് തന്നെ. സംസ്കാരങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ, നമ്മുടെ മഹാനായ ഹൈദറുസ് മുസ്ലിയാർ, അവർക്കുള്ള ആ കാലത്ത് തുടക്കം കുറിച്ച് ബഷീർ മുസ്ലിയാർ, അവരുടെയൊക്കെ നേതൃത്വം തുടക്കം സുന്നി മഹല്ല് ഫെഡറേഷന് കേരളത്തിലെ 10,000-കണക്കിന് മഹല്ലുകളിൽ അതിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മാർഗദർശനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നടപ്പിൽ വരുത്തി മഹല്ല് സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. പിന്നെ പുതിയ കാലത്ത് ഉയർന്നു വരുന്ന സാമൂഹിക വിപത്തുകൾ വളരെയുണ്ട്. നവ ലിബറലിസം, പിന്നെ ലഹരി അതിൻ്റെ ഒരു ഭാഗമാണ്, പിന്നെ മയക്കുമരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിപത്തുകൾ സമൂഹത്തെ ആ വിപത്തുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശക്തികളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മഹല്ലുകൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കണം. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടതായ കാര്യങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് വെക്കുവാൻ സാധിക്കും. പിന്നെ മഹല്ലുകളിൽ സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മൂലം തുടർ പഠനം, അതിപ്പോൾ മത രംഗത്തായാലും ഇപ്പോൾ അക്കാഡമിക് രംഗത്തായാലും തുടർ പഠനം സാധ്യമാകാത്ത പല വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ മഹല്ല് അടിസ്ഥാനത്തിലൊക്കെ ചെയ്തു കൊടുക്കാനുള്ള അതിൻ്റെ ഒരു പദ്ധതിയും ഇതിൻ്റെ പിറകിലുണ്ട്. എന്നതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, മഹല്ല് ഖത്തീബ്, മുദരിസ്, അത് മദ്രസയിൽ നമ്മുടെ സദർ, മറ്റു ഉസ്താദുമാർ, അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു ശമ്പള വ്യവസ്ഥ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സഹായങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിനുള്ള പദ്ധതികളും. അപ്പോൾ ഈ ലക്ഷ്യമെല്ലാം സാധിക്കുന്നതിന് വേണ്ടി നിങ്ങളോട് നേരിട്ട് ഒരു സംവേദനം ആവശ്യമാണല്ലോ. അതിലിപ്പോൾ ഖാദിമാരെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നത ശീർഷമായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവും, ജിഫ്രി തങ്ങളടക്കമുള്ള നേതാക്കന്മാരുണ്ടാവും, നമ്മുടെ ഉസ്താദന്മാർ, ആരുകുട്ടി ഉസ്താദ് ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് കൊയ്യൂർ ഉസ്താദ് ഉണ്ടാവും, എംറ്റി ഉസ്താദ് ഉണ്ടാവും, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഉമറാക്കൾ, ഉലമാക്കൾ അവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ ആശയങ്ങൾ നിങ്ങളോട് പരസ്പരം പങ്കുവെക്കുന്നതിന് വേണ്ടി ഈ വരുന്ന 17-ാം തീയതി കോഴിക്കോട് സരോവരം പാർക്കിൽ, ആ ട്രേഡ് സെൻറ്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ നമ്മൾ കൂടിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ വരണം, മഹല്ല് ഭാരവാഹികൾ വരണം, അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട മറ്റു ഉത്തരവാദപ്പെട്ട ആൾക്കാരുണ്ടാവും. ഇത് കേവലം ഒരു കൂടിയിരുത്തമല്ല, ഇത് നമുക്ക് ഭാവിയിലേക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗായി കണ്ട് എല്ലാവരും അതിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അവൻ നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.